ഹലോ, വെൽക്കം ടു മിനി ഷിവു വ്ളോഗ്സ്. അപ്പോഴേ നമ്മൾ ഇന്നൊരു മീൻ പീര ഉണ്ടാക്കാൻ പോവാന്നേ. അയലയും മാങ്ങയും ഇട്ട് ഒരു മീൻ പീര. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ അങ്ങനെ ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞ് കാണിച്ചു തരാമേ. നല്ല സ്വാദിഷ്ടമായ ഒരു മീൻ തോരന, അത് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് മീൻ പീരയ്ക്ക് അരയ്ക്കാനായിട്ടുള്ള സാധനങ്ങൾ ആദ്യം എടുക്കാമേ. അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിന് മീൻ പീരയ്ക്ക് അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലികളാണ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 കാന്താരി മുളക്. ഇത്രയുമാണ് ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തേങ്ങായും അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു നല്ല വലിയ ഒരു മുറി തേങ്ങയാണിത്. ഇത് ഞാൻ ഈ കപ്പിനകത്ത് അമുത്തി വെച്ചേക്കുന്ന. അതും ഇട്ട് ഒരു ശകലം കരിയാപ്പില ഇടാമേ. കുറച്ച് കരിയാപ്പില ഇട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. തേങ്ങ നമ്മൾ ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് വെക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മീനെല്ലാം വെട്ടി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണേ. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. ഇത് 4 അയലയുണ്ട്. ഞാൻ ചെറുതായിട്ട് മുറിച്ചതാണ്. ഒരുവിധം മുഴുത്ത 4 അയലയാണ്. ഇത് 5 കഷ്ണമായിട്ട് മുറിച്ചേക്കുവാണ്. പീരയ്ക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അപ്പം ഇത് നല്ല കഴുകി വൃത്തിയാക്കി ചട്ടി വെച്ചേക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മളിപ്പം ഞാനൊരു 5 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു 10 ചെറിയ ഉള്ളി ഇത്ര അരിഞ്ഞ് അങ്ങോട്ട് ചേർക്കുവാണേ. അതിലോട്ട് വീണ്ടും കുറച്ച് കരിവേപ്പില. അതിനകത്തോട്ട് ഒരു മാങ്ങ ഞാനിങ്ങനെ നീളത്തിലരിഞ്ഞത്, നീളത്തിലരിഞ്ഞ ഒരു മാങ്ങ, ഒരുവിധം പുളിയേ ഉള്ളൂ, ഒത്തിരി പുളിയുള്ളതല്ല. അത്രയും ഇട്ടിട്ട് ഇപ്പം നമ്മൾ ചതച്ചുകൊണ്ട് വന്ന തേങ്ങായും ഇടുക. ഇപ്പം ഞാൻ തേങ്ങായും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും കാന്താരി മുളകും 5-6 കാന്താരി മുളകും കൂടെ ചതച്ചതാണിത്. ഇതങ്ങോട്ട് ഇട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് തേച്ച് ഒന്നിച്ചാക്കണേ. തേങ്ങ ഒന്ന് ക്രഷ് ചെയ്താൽ മതിയേ. ഒന്നിച്ചാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. ഞാനിപ്പോൾ അരച്ച ഇതിനകത്തോട്ട് തന്നെ, ജാറിനകത്തോട്ട് തന്നെ വെള്ളം ഒഴിച്ച് അതങ്ങ് മിക്സ് ചെയ്ത് വെക്കുവാണേ. ഒരു ശകലം കൂടെ വെള്ളം വേണം. ഇത് പോരാ, ഇച്ചിരി കൂടെ വെള്ളം വേണം, എങ്കിലേ മീൻ വേകുള്ളൂ. ഇത്രയുമായിട്ട് നമ്മളിപ്പം അടുപ്പ് കത്തിക്കുക. അടുപ്പ് കത്തിച്ച് ഇപ്പോൾ ഇരുന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സിമ്മിൽ വെക്കുമേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാമേ. അടച്ചിരുന്ന് അത് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് സിമ്മിൽ വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ പീര തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം എന്തായിരുന്നു നോക്കി ഒന്ന് തിരിച്ചിടാമേ. ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് അടിയിൽ നിന്നൊന്ന് തിരിച്ചിടാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കുവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിക്ക് പിടിക്കും, മാങ്ങ ഒക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോഴേ വെന്തു മീൻ. ഇനി നമുക്ക് ഇതൊന്ന് തീരെ സിമ്മിലിട്ട് പറ്റിച്ചെടുക്കാം. തീരെ സിമ്മിലിട്ടിട്ട് പറ്റിച്ചെടുക്കാമേ. ഇനി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കാം, അടിയൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയേ.
നമ്മുടെ മീൻതോരൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത്രയും പറ്റിയാൽ മതി. ഇത് ഇച്ചിരി നേരം തണുത്ത് കഴിയുന്നതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റായിട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് വെള്ളം ഉള്ളതുപോലെ തോന്നുന്നേ ഉള്ളൂ, ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. അത് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് അത് തന്നെ അങ്ങ് മീനൊക്കെ അങ്ങ് പിടിച്ചെടുത്ത് അങ്ങ് ഡ്രൈ ആയിക്കോളും. ഇത്രയാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുന്നതെന്ന് വെച്ചാൽ നല്ല കൊഴുത്തല്ലേ ചാറിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ തേങ്ങ ചതഞ്ഞതൊക്കെ ആകുമ്പോൾ ഇച്ചിരി വെള്ളത്തിന് ഇച്ചിരി കൊഴുപ്പ് കൂടുന്നതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഇനി വേറെ ഒന്നും ചേർക്കണം. നമ്മൾ ഇതിനകത്ത് ഉലുവാപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ചേർത്ത് വെച്ചതാണ്. അങ്ങനെ വേണമെങ്കിൽ ഒരിച്ചിരി അത് രണ്ടും വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, ഇനിയും ചേർക്കുന്നില്ല. അപ്പം മീൻ പീരയുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ പീര റെഡി ആയിട്ടുണ്ട്. പച്ചയിലയും പച്ചമാങ്ങയും ഇട്ട് വെച്ച മീൻ പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ.